ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് മാർക്കറ്റ് മിക്സഡ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റിലാണ് പോയത്. നിഫ്റ്റി ബാങ്ക് ഒഴിച്ച് ഓൾമോസ്റ്റ് സെക്ടേഴ്സ് എല്ലാം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 24,461 114 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 195 പോയിൻറ്റ്സ് കുറവ് വന്നിട്ട് 54,919 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 970 പോയിൻറ്റ്സ് ഉയർന്ന് 54,675 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 16,609 ക്ലോസ് ചെയ്തപ്പോൾ 168 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. ഇന്ത്യ എക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 18.33 സെൻസെക്സ് 294 പോയിൻറ്റ്സ് ഉയർന്ന് 80,796 ക്ലോസ് ചെയ്തു. FII-DI ആക്ടിവിറ്റിയുടെ ഡേറ്റ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. നാളത്തെ ന്യൂസിൽ ഇന്നത്തെ FII-DI ആക്ടിവിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് കഴിയുന്ന അദാനി എൻ്റർപ്രൈസസ് 7.44% നല്ല റാലിയാണ് നടത്തിയത്. സിമിലർലി അദാനി പോർട്സും 6.27% റാലി നടത്തി. ട്രെൻഡ് 4.51%, ശ്രീറാം ഫിനാൻസ് 4.24%, ബജാജ് ഫിൻസർവ് 3.63%, M&M 3.34%, ഇറ്റേണൽ 2.248%, ITC 1.69%, പവർ ഗ്രിഡ് 1.66% ആൻഡ് ടാറ്റ മോട്ടോഴ്സ് 1.56% റാലിയാണെന്ന് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കോട്ടക് ബാങ്ക് 4.59% കുറവ് കണ്ടു. JSW സ്റ്റീൽ 1.85%, ONGC 1.45%, SBIN 1.18%, ടൈറ്റാൻ 0.78%, ആക്സിസ് ബാങ്ക് 0.69%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.57%, HCL ടെക് 0.48%, ഡോക്ടർ റെഡ്ഡി 0.41% ആൻഡ് ICICI ബാങ്ക് 0.35% കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മെയിൽ നിഫ്റ്റി 22,530 അവിടെ നിന്ന് 24,461 ക്ലോസ് ചെയ്തപ്പോൾ 8.57% പ്രോഫിറ്റാണ് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 24,461 നിൽക്കുമ്പോൾ 3.03% പ്രോഫിറ്റാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2023 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 865 കമ്പനികൾ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 22,699 ക്ലോസ് ചെയ്തപ്പോൾ 412 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 444 പോയിൻറ്റ്സ് ഉയർന്ന് 34,583 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,164 ക്ലോസ് ചെയ്തപ്പോൾ 13 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG ഇന്ന് 56,936 ക്ലോസ് ചെയ്തപ്പോൾ 683 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 14.96 ക്ലോസ് ചെയ്തപ്പോൾ 128 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 101 പോയിൻറ്റ്സ് ഉയർന്ന് 8896 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT ഇന്ന് 35,991 ക്ലോസ് ചെയ്തത്, 99 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 9 പോയിൻറ്റ്സ് ഉയർന്ന് 1531 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8,600 ക്ലോസ് ചെയ്തപ്പോൾ 81 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,451 ക്ലോസ് ചെയ്യുന്നത്, 190 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ എന്ന് 21,775 ക്ലോസ് ചെയ്തപ്പോൾ 148 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി PSU ബാങ്ക് എന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്, 2 പോയിൻ്റ് ഇടിഞ്ഞ് 6552 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 5 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി, 887 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി PSU ബാങ്ക് മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്യുള്ളൂ, ചെറിയൊരു വ്യത്യാസത്തിൽ. ബാക്കി എല്ലാ കാണുന്ന സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ PMI സർവീസ് ഡേറ്റ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. ബൈ ഓൾ, ടേക്ക് കെയർ.